പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE സൂപ്പർ താരമായ റാൻഡി ഓർട്ടൺ ഇപ്പോൾ എവിടെയാണ്, അദ്ദേഹം എന്തുകൊണ്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ വരാത്തത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റാൻഡി ഓർട്ടന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്ക് നേരിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് റാൻഡി ഓർട്ടനെ നിലവിൽ മാറ്റി നിർത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ കോഡി റോഡ്സുമായിട്ടുള്ള സ്റ്റോറിലിൻ്റെ ഭാഗമായിട്ട് റാൻഡി ഓർട്ടൺ WWE ആക്റ്റീവ് ആകേണ്ടതായിരുന്നു. റസൽമേനിയ 42 അത്തരത്തിൽ തന്നെയാണ് അവരുടെ മത്സരശേഷമുള്ള റാൻഡി ഓർട്ടന്റെ ആക്രമണത്തിലൂടെ അവർ കാണിച്ചു വെച്ച ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ പുറത്തേക്ക് വരുന്ന മറ്റൊരു അപ്ഡേറ്റ് മെയ് മാസത്തിലെ, അതായത് ഈ മാസത്തിലെ ഏറ്റവും അവസാനമായി നടക്കാൻ പോകുന്ന ബാർസലോണ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിലവിൽ റാൻഡി ഓർട്ടനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഒരു ഇന്റർനാഷണൽ വീക്ക്ലി എപ്പിസോഡ് ആയതുകൊണ്ട്, യൂറോപ്പ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീക്ക്ലി എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ടോപ്പ് സൂപ്പർ സ്റ്റാർസിനെ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിൽ റാൻഡി ഓർട്ടനെയെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് ആണ് അതിനുശേഷം നടക്കാൻ പോകുന്നത്. അതിനുശേഷം സ്മാക്ഡൗണിലേക്ക് റാൻഡി ഓർട്ടൺ വീണ്ടും ആക്റ്റീവായിട്ട് കോഡി റോഡ്സിനെതിരെയുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് മറ്റൊരു സൂപ്പർ താരവും നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസിനെ സംബന്ധിച്ച് ബിഗ് ന്യൂസ്. ഇന്നലെ റോ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുൻപ് WWE ഔദ്യോഗികമായി പുറത്തേക്ക് വിടുകയുണ്ടായി. റോമൻ റെയിൻസിൻ്റെ ഭാവി ഷെഡ്യൂളുകളെ സംബന്ധിച്ച്, ഫിക്ചറുകളെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് WWE പങ്കുവച്ചത്. റോ എപ്പിസോഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു പോയതാണ്. ഈ മെയ് മാസത്തിൽ മാത്രമല്ല, അടുത്ത മാസം ജൂണിലെ 3 റോ എപ്പിസോഡുകളിലേക്ക് നിലവിൽ റോമൻ റെയിൻസിനെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസത്തിലെ റോ എപ്പിസോഡുകളിലേക്കും റോമൻ റെയിൻസ് വരും എന്നുള്ളൊരു പ്രതീക്ഷയും നിലവിലുണ്ട്. അപ്പോൾ സമ്മർ സ്ലാം വരെയുള്ള എല്ലാ റോ എപ്പിസോഡുകളിലും മാക്സിമം റോമൻ റെയിൻസിനെ കൊണ്ടുവരാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സമ്മർ സ്ലാം വരെ അദ്ദേഹം ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷവും റോമൻ റെയിൻസ് അഡ്വർടൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന് അർത്ഥം. അപ്പോൾ ഈ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിയുന്നതിന് ശേഷം നടക്കാൻ പോകുന്ന മറ്റൊരു സ്പെഷ്യൽ ഇവൻ്റ് എന്ന് പറയുന്നത് ഈ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന സൗദി അറേബ്യയിൽ വെച്ചിട്ടുള്ള ഒരു ഷോ ആണ്. അപ്പോൾ അതിൽ റോമൻ റെയിൻസിനെ നിലവിൽ അഡ്വർടൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതിലും റോമൻ റെയിൻസിന് മത്സരം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ടൈറ്റിൽ റണ്ണ് സ്റ്റോറി ലൈനുകൾ തന്നെയാണ് സമ്മർ സ്ലാം എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻ്റ് വരെ റോമൻ റെയിൻസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുക. റോമൻ റെയിൻസിനെ സംബന്ധിച്ച് നമ്മൾ കാത്തിരുന്നതും ഈ ഒരു ഫുൾ ടൈം കരിയറിലേക്ക് റോമൻ റെയിൻസ് തിരികെ എത്തുന്നതായിരുന്നു. അതിപ്പോൾ നമുക്ക് റോ എപ്പിസോഡിലൂടെ ലഭിക്കുന്നുണ്ട് എന്നുള്ള ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പങ്കുവെക്കാനുള്ളത്. മൂന്നാമത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗൺ ബ്രാൻഡിലെ ഭാഗമായ റേ ഫെനിക്സ് എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. റേ ഫെനിക്സിന്റെ സഹോദരനെ നമുക്ക് എല്ലാവർക്കും അറിയാം. റോ ബ്രാൻഡിലെ നിലവിലെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ പെൻഡ. അദ്ദേഹം ഇപ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയും ടൈറ്റിൽ ഡിഫൻസുകളും നടത്തി റോ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പെൻഡയുടെ അടുത്ത ഒരു മേജർ ടൈറ്റിൽ ഡിഫൻസ് നടക്കാൻ പോകുന്നത് മെയ് മാസത്തിൽ തന്നെ നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ എന്ന് പറയുന്ന അടുത്ത സ്പെഷ്യൽ എപ്പിസോഡിലാണ്. അപ്പോൾ ഈതൻ പേജ് എന്ന നെക്സ്റ്റിൽ നിന്ന് വന്ന കോളപ്പിനെതിരെയാണ് പെൻഡ ടൈറ്റിൽ ഡിഫെൻഡ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ എന്നോണം റേ ഫിനിക്സ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: തനിക്ക് തൻ്റെ സഹോദരനെ ഇഷ്ടമാണ്, പക്ഷേ ഈ ചാമ്പ്യൻഷിപ്പിന് ഒരു അവസരം കിട്ടിയാൽ താനത് സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പെൻഡയുടെ കൈവശമുള്ള ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ റേ ഫിനിക്സിനും കൂടി താല്പര്യമുണ്ട് എന്നുള്ള തലത്തിലേക്കാണ് റേ ഫിനിക്സിൻ്റെ അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളത്. കുറേയധികം ജേർണലിസ്റ്റുകളും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെൻഡ വേഴ്സസ് റേ ഫിനിക്സ് തമ്മിലുള്ള ഒരു മത്സരം ലൂച്ച ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്ന ആരാധകരെ സംബന്ധിച്ച് അതൊരു ഡ്രീം മാച്ച് തന്നെയാണ്. പലപ്പോഴും എല്ലാവരും നടന്നു കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള മത്സരങ്ങളിൽ ഒന്നാണ് പെൻഡ വേഴ്സസ് റേ ഫിനിക്സ്. കാരണം ഇരുവരും സഹോദരന്മാരാണ്. കൂടാതെ നല്ലൊരു കെമിസ്ട്രി ഇവർക്കിടയിൽ എപ്പോഴും ഉണ്ട്. രണ്ടും കിടിലൻ ഹൈ ഫ്ലൈയിങ് റെസ്ലേഴ്സ് ആണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള മത്സരം കിട്ടുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ പെൻഡയുടെ ചാമ്പ്യൻഷിപ്പിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ വെല്ലുവിളി ഇപ്പോൾ റേ ഫിനിക്സ് കൊടുക്കുന്നത്. ഇരുവരും തമ്മിലുള്ള ആ ഒരു മത്സരം, ആ ഒരു ഡ്രീം മാച്ച് WWE റിംഗിൽ വെച്ച് നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പെൻഡ വേഴ്സസ് റേ ഫിനിക്സ് തമ്മിലുള്ള മത്സരത്തിന് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ? ഈ മത്സരം നടന്നാൽ ആർക്കാണ് വിജയസാധ്യത കൂടുതൽ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് ഷെയ്മസ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ചാണ്. ഷെയ്മസിനെ നമ്മൾ അവസാനമായി കണ്ടത് കഴിഞ്ഞ വർഷമായിരുന്നു. ജോൺസണയുടെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മത്സരത്തിൽ പങ്കെടുത്ത ഷെയ്മസിന് ഒരു ഇഞ്ചുറി പറ്റുകയും അദ്ദേഹത്തെ ആ ടൂർണമെൻറ്റിൽ നിന്ന് ഒഴിവാക്കി വിടുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഷെയ്മസ് ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം WWE വിട്ടോ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ടായേക്കും. ഷെയ്മസും നിലവിൽ കമ്പനി വിട്ടിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഷെയ്മസ് ഇപ്പോഴും WWE കോൺട്രാക്റ്റുള്ള
റെസ്ലറാണ്. ഒരു ഷോൾഡർ ഇഞ്ചുറിയാണ് ഷെയ്മസിന് സംഭവിച്ചത്. ഡിസംബർ മാസത്തിൽ ഷെയ്മസിൻ്റെ ഈ ഷോൾഡർ ഇഞ്ചുറിയെ തുടർന്നുള്ള സർജറിയൊക്കെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞതാണ്. ഇപ്പോൾ അദ്ദേഹം ഒരു റിക്കവറി പീരീഡിലാണ് ഉള്ളത്. ഈ ഏപ്രിൽ മാസത്തിൻ്റെ അവസാനം ഒരു ഇൻ്റർവ്യൂ ഷെയ്മസ് കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു 101% റിട്ടേണിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇടുന്നുണ്ട് എന്നും താൻ റിട്ടേണിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്നുള്ളതും ഷെയ്മസ് പങ്കുവെക്കുന്നുണ്ട്. കാരണം നല്ല നല്ല മത്സരങ്ങൾ നൽകുക, കൂടാതെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പും കൂടി നേടി തൻ്റെ ഗ്രാൻഡ് സ്ലാം അച്ചീവ്മെൻറ്റ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് തനിക്ക് മുന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്നുള്ളതും ഷെയ്മസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റിട്ടേണിന് വേണ്ടി ഷെയ്മസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പരിശ്രമം തന്നെ താരം നടത്തുന്നുണ്ടെന്നാണ് ഷെയ്മസ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. നല്ല ഗംഭീര ഫിസിക്കൽ ആയിട്ടുള്ള വലിയ പോരാട്ടങ്ങളാണ് ഷെയ്മസിൻ്റെ മത്സരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷെയ്മസിൻ്റെ മത്സരം കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആരാധകർ റോ എപ്പിസോഡ് കാണുന്നവരുണ്ട്. ഇതേ ഷെയ്മസിനെ ഇപ്പോൾ മാറ്റി നിർത്തുമ്പോൾ അത്തരത്തിലുള്ളൊരു ബാങ്ങർ മാച്ച് ഇപ്പോൾ റോ എപ്പിസോഡിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു നിരാശയും കൂടി ആരാധകർക്ക് കിട്ടുന്നു. എന്തായാലും ഷെയ്മസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് എന്ന് വരും എന്നുള്ള ഒരു സൂചനയൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഷെയ്മസ് റിട്ടേണിന് വേണ്ടി നല്ല പരിശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ പങ്കുവെക്കുമ്പോൾ റിട്ടേൺ ഉടനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു അപ്ഡേറ്റ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ബ്രോക്ക് ലെസ്നറിൻ്റെ പ്രൊഫൈല് അലുമിനി സെക്ഷനിലേക്ക് മാറ്റി എന്നുള്ളത്. അതായത് ആക്റ്റീവ് അല്ലാത്ത റെസ്ലേഴ്സിനെ, കോൺട്രാക്റ്റിൽ ഇല്ലാത്ത റെസ്ലേഴ്സിനെ WWE ഉൾപ്പെടുത്തുന്ന ഒരു സെക്ഷനാണ് അലുമിനി സെക്ഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് ബ്രോക്ക് ലെസ്നറിൻ്റെ പ്രൊഫൈല് അപ്ഡേറ്റ് ചെയ്തതിലൂടെ ബ്രോക്കിൻ്റെ ഒരു തിരിച്ചുവരവിന് സാധ്യത ഇല്ല എന്നുള്ള തലത്തിലേക്കാണ് വാർത്തകൾ പുറത്തേക്ക് വന്നത്. എന്നാൽ മിനിഞ്ഞാന്ന് PW ഇൻസൈഡർ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് ബ്രോക്കിൻ്റെ അപ്ഡേറ്റിനെ സംബന്ധിച്ച് അവർ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. ബ്രോക്ക് ലെസ്നറിനെ നിലവിൽ WWE റോസ്റ്ററിൽ, ഇൻറ്റേർണൽ റോസ്റ്ററിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആക്റ്റീവ് റെസ്ലേഴ്സിൻ്റെ കൂട്ടത്തിലാണ്. അതായത് അലുമിനി സെക്ഷനിലേക്ക് ബ്രോക്കിൻ്റെ പ്രൊഫൈല് മാറ്റിയത് അത് സോഷ്യൽ മീഡിയയിൽ ആരാധകരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റേർണൽ ലിസ്റ്റിൽ ബ്രോക്കിനെ ഇപ്പോഴും ഒരു ആക്റ്റീവ് റെസ്ലേഴ്സിൻ്റെ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ബ്രോക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പോരാട്ടം കൂടി സമ്മർ സ്ലാമിൽ നമ്മൾ കാത്തിരിക്കുന്ന ബ്രോക്കിൻ്റെ ജന്മനാട്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു മത്സരം കൂടി ലഭിച്ചേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് PW ഇൻസൈഡർ പങ്കുവെക്കുന്ന ഒരു റിപ്പോർട്ട്. കൂടാതെ ബ്രോക്ക് ലെസ്നറിനെ നിലവിലും ഒരു ഫ്രീ ഏജന്റ് സ്റ്റാറ്റസിലൂടെയാണ് കമ്പനി കാണുന്നത് എന്നുള്ളതും അവർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഫ്രീ ഏജന്റ് സ്റ്റാറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബ്രാൻഡിൻ്റെയും അണ്ടറിലല്ല ബ്രോക്ക് എന്നാണ്. അതായത് മെയിൻ റോസ്റ്റർ ബ്രാൻഡുകളായ റോയിയുടെയോ സ്മാക്ഡൗണിൻ്റെയോ അണ്ടറിലല്ല ബ്രോക്ക് എന്നുള്ളതാണ്. അപ്പോൾ റെസ്ൽമേനിയ 42 ഒബാഫെമിക്കെതിരെയുള്ള പരാജയപ്പെടലിന് ശേഷം ബ്രോക്ക് ലെസ്നർ അപ്രതീക്ഷിതമായിട്ട് ഒരു ഫെയർവെൽ നടത്തിയത് ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ബ്രോക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു റിട്ടയർമെൻറ്റ് മാച്ചൊക്കെ മുൻകൂട്ടി അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു അവസാന മത്സരമൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഒബാഫെമിയോട് പരാജയപ്പെട്ടതിന് ശേഷം ആ ഗ്ലൗസ് ഊരിയതും ബൂട്ട്സ് ഊരിയതും ഒക്കെ ബ്രോക്ക് വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്നുള്ള തലത്തിലേക്ക് ലോകമെമ്പാടും വാർത്തകൾ പരന്നു. നമ്മളും അത് വിശ്വസിച്ചു. എന്നാൽ അത്തരത്തിലേക്കല്ല, ബ്രോക്കിന് ഒരു മത്സരം കൂടി അദ്ദേഹത്തിൽ ബാക്കിയുണ്ട് എന്നുള്ള തലത്തിലാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. നെവർ സേ നെവർ എന്നാണ് പ്രൊഫഷണൽ റെസ്ലിംഗിൽ എപ്പോഴും നമ്മൾ കാണേണ്ടത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.